അവസാനം LDF അവരുടെ തുറുപ്പ് ചീട്ട് ഇറക്കിയിരിക്കുകയാണ്. നിലമ്പൂരിൽ സ്വരാജിനെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇനിയുള്ളൊരു വലിയ യുദ്ധം തന്നെയായിരിക്കും. LDF UDF യുദ്ധത്തിലേക്ക് മാറി. ഇതിനിടയ്ക്ക് അൻവർ ഉണ്ടെങ്കിലും അതൊരു വലിയ പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. ഇനിയുള്ള പോരാട്ടം LDF UDF ആണ്. യുദ്ധമെന്നൊന്നും പറഞ്ഞാലും അത് ആ യുദ്ധത്തിൽ സ്വരാജ് 8 നിലയിൽ പൊട്ടുന്നത് കാണും. നമുക്ക് അത്ര അങ്ങനെ പറയാനും പറ്റില്ല. കാരണം സ്വരാജിൻ്റെ നാടാണ്. അപ്പം ഒരു സ്വാധീനമുണ്ട്, പാർട്ടിയുടെ ഒരു സ്വാധീനമുണ്ട്. ഇന്ന് ആ ഒരു പവറൊക്കെ കണ്ടതാണ്. സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പാർട്ടി ഒന്നടങ്കം റോഡിൽ ഇറങ്ങി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി എന്നുള്ളൊരു ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കാണേണ്ടത് തന്നെയാണ്. രണ്ടും കൽപ്പിച്ചാണ്. ഈ തൃപ്പൂണിത്തറയിലെ വോട്ടർമാരും കേരളത്തിലെ ഒരുവിധം വേണ്ടപ്പെട്ട ജനങ്ങളും ഒക്കെ പറയുന്നത് ഈ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് സ്വരാജ്. 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ചു. ശരി, 2021 അവിടെ കെ ബാബു അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തു. വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ്. പക്ഷേ 2016 ജയിച്ചത് അന്ന് അവിടെ മത്സരിച്ച കെ ബാബു ബാർക്കോഴ കേസിൽ വലിയ വിവാദവുമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് മാത്രമാണ് സ്വരാജിനവിടെ വിജയമുണ്ടായത്. 2016 തോൽവിക്ക് ശേഷം കെ ബാബു ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കെ ബാബുവിന് തൃപ്പൂണിത്തറ മണ്ഡലവുമായിട്ട് വലിയ ബന്ധമാണ്. വോട്ടർമാരെ പേരെടുത്ത് പറയാൻ പോലും തക്കവണ്ണം ബന്ധമാണുള്ളത്. 2021 ചെറിയ വോട്ടിന് മാത്രമാണ് വിജയം ഉണ്ടായതെങ്കിലും സ്വരാജിനെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കെ ബാബുവിൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ സ്വരാജ് പല കാര്യങ്ങളിലും ഒരുതരം വളരെ നിഷേധാത്മകമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. ശബരിമലയിൽ പിണറായി വിജയൻ 1-2 പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പ്രവേശിപ്പിച്ചില്ലേ. അപ്പോൾ സ്വരാജ് പറഞ്ഞത് ഇനി അയ്യപ്പന് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാം. ഈ സ്വരാജിനോട് ആരാ പറഞ്ഞു കൊടുത്ത് അയ്യപ്പനും മാളികപ്പുറത്തമ്മ അയ്യപ്പനെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തു കെട്ടിക്കിടക്കുക? ഈ പുങ്കവന് യഥാർത്ഥത്തിൽ ചരിത്രം അറിയത്തില്ല. അതാ കുഴപ്പം. പോയി പന്തളം കൊട്ടാരത്തിൻ്റെ ചരിത്രം വായിക്കാൻ പറ. ഈ ശബരിമല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കയറി ചൊറിയാനുള്ളതാണോ അത്? ശബരിമല മലയാളക്കരയുടെ ഒരു ആത്മീയ ഔന്നത്യമാണ്. അന്ന് അതിന് തിരിച്ചടി കിട്ടുകയും ചെയ്തു വേണ്ടവണ്ണം സ്വരാജിനെ. പിന്നെ ഈ സ്വരാജിനെ ഇപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായിക്ക് വേറെ ലക്ഷ്യമുണ്ട്. പിണറായി ആരെയും ഗുണപ്പെടുത്താനൊന്നുമല്ല എവിടെയെങ്കിലും കൊണ്ട് നിർത്തുന്നത്. അതിന് വേറെ പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. 2014 MA ബേബിയെ കൊണ്ടുപോയി കൊല്ലത്ത് നിർത്തി. എന്തിനു വേണ്ടി? NK പ്രേമചന്ദ്രനെതിരെ മത്സരിപ്പിച്ചു. അന്ന് NK പ്രേമചന്ദ്രൻ LDF വിട്ട് UDFിലേക്ക് പോയി അവിടെ RSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അവിടെ പോയി പിണറായി വിജയൻ പ്രസംഗിച്ചത് ഇലക്ഷൻ പ്രചാരണ സമയത്ത് പിന്നെ പ്രേമചന്ദ്രനെതിരെ പറഞ്ഞത് പരനാറി എന്നാണ്. പരനാറി, പ്രേമചന്ദ്രനെ പരനാറി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അത് പ്രേമചന്ദ്രന് ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ബേബിയെ തോൽപ്പിക്കുക, ബേബിയെ ഒരു മൂലയ്ക്ക് ഇരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. കുണ്ടറ MLA ആയിരുന്നു MA ബേബി. അവിടെ നിന്നാണ് പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് 2019 അവിടെ ബാലഗോപാൽ പ്രേമചന്ദ്രനെതിരെ മത്സരിക്കുമ്പോഴും അപ്പോഴും ചെന്ന് പിണറായി പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം നടത്തി. പരനാറി എന്നും പരനാറി ആയിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഭൂരിപക്ഷം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അല്ല സാർ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ CPM പാർട്ടി എടുത്തു കഴിഞ്ഞാൽ MV ഗോവിന്ദൻ, പിണറായി, പിന്നെയുള്ള നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു പേര് സ്വരാജ് എന്നുള്ള ഒരു പേരാണ്. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു പേരാണ് സ്വരാജ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതുപോലെ തന്നെ MA ബേബിയുടെ കണക്ക് സഞ്ചിയും തൂക്കി നടക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം അങ്ങനെ പിന്നെ ഒതുക്കിയെങ്കിൽ, പിണറായിക്ക് ഒതുക്കിയെങ്കിൽ മാത്രമേ മരുമകൻ ഇനിയും ഉയരാൻ ഒരുപാട് വഴികളുണ്ട്. അവിടെ എത്തിക്കണം. മരുമകനാന്നേ കണ്ടകശനിയും കൊണ്ട് ഉയർത്തിയിട്ട് ഉയരുന്നതുമില്ല. അല്ല, കാരണഭൂതന്റെ കണ്ണടയുന്നതിന് മുമ്പ് മരുമകന് അരിയിട്ട് വാഴ്ച നടത്തണ്ടേ? അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ പിണറായിക്കെതിരെ ഒരു യുവനിര CPMനകത്ത് രൂപം കൊള്ളുന്നുണ്ട്.
അതിന് നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളാണ് സ്വരാജ്. സ്വരാജ്. അതുകൊണ്ട് ഒതുക്കണം. അതുകൊണ്ട് നോക്കിക്കോ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ ചെന്ന് പരനാറി എന്ന് പറയും പിണറായി വിജയൻ. അത് പിന്നെ ഷൗക്കത്തിന് അനുകൂലമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ 2021 ഇതുപോലെ മരുമകന് വേണ്ടിയിട്ട്, മരുമകന് വഴി ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് തോമസ് ഐസക്കിനെ ഒതുക്കി. ഇതിപ്പോ സ്വരാജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിണറായി ഇടപെട്ടാണ് ഇതിപ്പോ നിർത്തിയത്. സ്വരാജിന് അറിയാം എന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുപോലെ പുള്ളിയുടെ രാഷ്ട്രീയ ഭാവിയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പിണറായിയും അല്ലെങ്കിൽ പാർട്ടിയും കൂടെ ചേർന്നുള്ള ഒരു ഇടപെടലാണ്. സ്വരാജിനെ ജയിപ്പിക്കണം എന്നുള്ള രണ്ടും കെട്ടുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ട് വരുമ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എത്രമാത്രം സ്വരാജിന് വോട്ട് വർധനം അല്ലെങ്കിൽ വോട്ട് നേടാൻ കഴിയും? സാറിൻ്റെ ഒരു കാര്യം അതിലേക്ക് ഞാൻ അത് പറയാം. അതിന് മുമ്പായിട്ട് ഈ സ്വരാജിനെ ഇറക്കുന്നതിന് മുമ്പ് ചില ഡോക്ടറുടെ പേരാണ് പറഞ്ഞത്. CPM-ന് കുറേ ഡോക്ടർമാരെ വഴിയാധാരമാക്കണമെന്ന് വലിയ നീക്കമുണ്ടെന്നുള്ളതാണ്. തൃക്കാക്കരയിൽ പോയി ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി. ഡോക്ടർ ജോയോ, അതാണ് മറ്റേ ഡബിൾ എ റഹീം അവിടെ കിടന്ന് തുള്ളിച്ചാടിയല്ലോ, ജോയാണേ ജോറാണേ ജോറാണേ എന്നും പറഞ്ഞ് തുള്ളിച്ചാടി. പിന്നെ ഡബിൾ എ റഹീമിൻ്റെ കുറച്ച് എനർജി പോയി കിട്ടി, അല്ലാതെ വേറൊന്നുമില്ല. വീണ്ടും ഒരു ഡോക്ടറെയാണ് ഇവിടെ നിർത്താൻ തീർച്ചപ്പെടുത്തിയത്. അപ്പം പിന്നെയാണ് പിണറായി കണക്ക് കൂട്ടിയത് ഇത്തരത്തിൽ തന്നെ ആക്കാം. അതുപോലെ സുധാകരനെ ഒതുക്കി. ഇതൊക്കെ എന്തിനു വേണ്ടി? മരുമകന് വേണ്ടി തന്നെയാണ്. ഇനി പിണറായിക്കറിയാം ഇപ്പോഴത്തെ നില വെച്ച് സാധ്യത മുഴുവൻ UDF-നാണ്. അപ്പം ഏതെങ്കിലും ഒരുത്തനെ അവിടെ ചാവേറാക്കണം. സ്വരാജ് ഒരു ചാവേറായി മാറുന്നു എന്നർത്ഥം. അവിടെ സാധ്യത എന്ന് ചോദിച്ചാൽ അവിടെ മുസ്ലിം വിഭാഗം കൂടുതലുള്ളതാണ്. 40% ഹൈന്ദവരുമുണ്ട്. ഒരു 10-22% ക്രൈസ്തവ വോട്ടുകളുമുണ്ട്. ഈ ക്രൈസ്തവ വോട്ടുകളെല്ലാം UDF-ലേക്ക് വരണമെന്നൊന്നുമില്ല. BJP-യുടെ ലേക്കും കൂറ് പ്രഖ്യാപിച്ചിട്ടുള്ളവരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ നമുക്കറിയാം BJP അല്ല മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി, അത് BDJS-ൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. അതിനകത്ത് ഒരു വിജയസാധ്യതയും ഇല്ല എന്നുള്ളത് ഉറപ്പായ കാര്യവുമാണ്. കഴിഞ്ഞ തവണ തന്നെ 8500 വോട്ട് മാത്രമേ അവർക്ക് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇക്കുറി ചിലപ്പോൾ അത് ഒരു 12,000-ഓ മറ്റോ വോട്ട് പിടിച്ചു എന്ന് വരാം. ഈ ഒരു ഇന്ത്യ പാക് സംഘർഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മോദി പ്രഭാവം മൊത്തത്തിലുണ്ട് രാജ്യത്തിൽ. മോദി പ്രഭാവമുണ്ട്. ഈ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് പാർട്ടി ചിലപ്പോൾ മത്സരിക്കണം. മത്സരിച്ചെങ്കിൽ മാത്രമേ അവിടെ പ്രചാരണ രംഗത്ത് ഇതെല്ലാം അവിടേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു അന്തർധാരയിലേക്ക് ആണ് എന്ന് വേണമെങ്കിൽ ചില പിന്നാമ്പുറ വർത്തമാനത്തിനും ഇടയാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം സ്വരാജിൻ്റെ സാധ്യത എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ മണ്ഡലവുമായിട്ട് ഏറെ അടുപ്പം ഉള്ളതുമാണ്. അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ അച്ഛൻ കാലം മുതലേ ഉള്ളതാണ്. ആര്യാടൻ മുഹമ്മദ്. പൊതുവെ ഈ മണ്ഡലം ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്. 3, കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട്. 4, അൻവർ ഈ പിണറായി വിജയനെയും CPM-നെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി MLA സ്ഥാനവും രാജിവെച്ച് ഇവരുടെ പല ചെയ്തികളും ഒക്കെ വിളിച്ചു പറഞ്ഞത്. അൻവറും ആ കൊള്ളസംഘത്തിൽപ്പെട്ട ആളായിരിക്കാം, അതെന്തെങ്കിലും ആകട്ടെ. എന്നാലും അതിനകത്തുള്ള കൊള്ളസംഘത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വിളിച്ചു പറഞ്ഞല്ലോ. അത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കേട്ട ആ സത്യത്തിന് ഒന്ന് തിരിച്ചു കുത്തണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട്. അത് 2026 വരെ പോകണ്ട, ഇപ്പോൾ തന്നെ തന്നേക്കാം, നിലമ്പൂരിൽ തന്നെ തിരിച്ചു കുത്തിക്കളയും എന്നുള്ള രീതിയിലാണ് അവിടുത്തെ വോട്ടർമാർ നിൽക്കുന്നത്. അപ്പോൾ അത് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് മാറുകയും UDF-ന് പച്ചക്കൊടി വീശി കിട്ടുകയും അവരുടെ അണികൾ ഒന്ന് ഉഷാറാവുകയും ചെയ്യുമെന്നുള്ളതാണ്.